ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട HT 110cc വണ്ടിയുടെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കണത് ജനറൽ സർവീസ്, അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ഓഫ് ആവുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സീറ്റ് ലോക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചെക്കപ്പ്, അങ്ങനെ 1-2 വർക്കുകളാണ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് അതിനൊരു നമ്മൾ കണ്ടി കയറ്റി അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ സൗണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനും കൂടി അയച്ചിട്ടുണ്ട്. ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം ലൈൻഡർ ഉരഞ്ഞിട്ടുള്ള പൊടി ഹബിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ സൗണ്ട് ആയിരിക്കണം, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ടയർ എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഹബിനകത്ത് അത്യാവശ്യം പൊടിയുണ്ട്. കാരണം ഈ പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഹബിനകത്ത് ലൈൻഡർ ഉരയണേൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ആ സൗണ്ട് കാര്യങ്ങൾ വരിക. അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വാട്ടർ പേപ്പർ കൊണ്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് വലിയ പഴക്കമില്ലാത്ത എയർ ഫിൽറ്ററാണ്, പക്ഷേ കമ്പനി ഫിൽറ്ററല്ല. നമുക്ക് നോക്കുമ്പോൾ അറിയാതെ ഇവിടെ തന്നെ അത്യാവശ്യം പൊടി പിടിച്ച് നല്ല രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ഫിൽറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ കൺസംഷൻ കൂടുതലായിരിക്കും ഒന്നാമത്. പിന്നെ എന്ന് വെച്ചാൽ ഈ ഇതിനകത്തേക്ക്, അതായത് കാർബറേറ്ററിനകത്തേക്ക് കയറുന്ന ആ എയറിനകത്ത് ഈ ഫിൽറ്ററിങ് കൃത്യമായിട്ട് നടക്കാത്തൊരു സിറ്റുവേഷൻ വരും. കാരണം ഞാൻ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷനാണ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെയാണ് ഈ റണ്ണിങ് ഓഫായി പോകുക, അങ്ങനത്തെ പ്രോബ്ലംസ് കാണിക്കാം. അപ്പോൾ ഇത് വലിയ പഴക്കമില്ലാത്ത എയർ ഫിൽറ്ററാണ് എങ്കിൽ കൂടി നമുക്കത് കമ്പനി ഫിൽറ്റർ യൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അതേപോലെ കൂട്ടത്തികളെ കാർബറേറ്ററും ക്ലീൻ ചെയ്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, പ്ലഗിനകത്തായാലും അത്യാവശ്യം കാർബൺ ഉണ്ട്, പക്ഷെ എന്നാൽ ഒരുപാടല്ല, പക്ഷെ എനിക്ക് കൂടി ഉണ്ട്. ഈ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റുന്നതാണ് നല്ലത്. എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ഈ കാർബറേറ്ററും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ റണ്ണിങ് ഓഫ് ആവുന്ന കംപ്ലയിൻ്റൊക്കെ ക്ലിയർ ചെയ്ത് പോക്കുള്ളൂ. അതേപോലെ തന്നെ ഐഡ്ലിങ് ട്യൂണിങ് കിട്ടാനായിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ പ്രശ്നം കാണിക്കാം. എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കമ്പനി ഫിൽറ്റർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്ത് ആ സർക്യൂട്ട് കറക്റ്റ് ചെയ്ത് വിടണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ അതിൻ്റെ ഇപ്പോൾ ഈ നിലവിൽ എന്തെങ്കിലും ഈ ബ്ലോക്ക് കാര്യങ്ങൾ പൊടിയൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്യാണ്ട് പുതിയത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അത് ഒരവസ്ഥയാണത് കേട്ടോ. അപ്പോൾ അത് മാറ്റി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായിട്ടൊരു പണി കൊണ്ടുവന്ന് തരുന്നൊരു സാധനമാണ് ആ ഫിൽറ്റർ. ഒറിജിനൽ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ കിടക്കണം, ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം. പക്ഷേ അതിൻ്റെ സെൻട്രൽ പോർഷനൊക്കെ നോക്കുന്ന സമയത്തുണ്ട് ഇവിടെയൊക്കെ ചെറിയ പൊട്ടലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് മാറ്റിയിടണമാണ് നല്ലത്. കാരണം ഇവിടെയൊക്കെ നോക്കുമ്പോൾ പൊട്ടൽ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നമുക്ക് നല്ല ലോങ് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിങ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റ് മാറ്റിയിടണമാണ് സേഫ്. കാരണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസർ കിട്ടാതായതില്ല. നേരെ മറിച്ച് അത്യാവശ്യം ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിനായാലും നോക്കിയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. വണ്ടിയുടെ ഉപയോഗം പോലെയാണ് അതിൻ്റെ ബെൽറ്റിൻ്റെ ലൈഫ് വരാം. നമുക്കതനുസരിച്ചിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. വീഡിയോ അയച്ചു തരാം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. അത്യാവശ്യം നല്ല നൈറ്റൊക്കെ ഓട്ടോ ഉള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടൊക്കെ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഈ കവറിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ക്ലച്ച് സൈഡ് എന്ന് പറയുമ്പോൾ ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുകയും ഗ്രീസിങ് നടത്തേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സർവീസിനകത്ത് ഇതുകൂടി ഉൾപ്പെടുത്തി നമ്മൾ അഴിച്ചേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ക്ലച്ച് പുള്ളി പോലെ ഉറക്കുന്ന വീലാണ്. അപ്പോൾ അതിൻ്റെ ചുമന്ന കളറിൽ കാണുന്ന തുരുമ്പിൻ്റെ പ്രസൻസാണ്. അപ്പോൾ നമ്മൾ അത് അഴിച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഈ പിന്നുകൾ, റോളർ, പിന്നെ 3 സെറ്റ് പിന്നും റോളർ വരാം. അത് നമുക്ക് ഏകദേശം ഒരു 100 താഴെ നമുക്കതിൻ്റെ പോസ്റ്റ് വരുന്നുള്ളൂ. അത് മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് മാറ്റി കളഞ്ഞെങ്കിൽ ഈ വീല് കംപ്ലയിൻറ്റിൽ പിന്നിനും വീലിനും ഒരേപോലെ തേമാനം വരാം. അപ്പോൾ നമുക്ക് പിന്നെ ഇടയ്ക്ക് മാറ്റിയിടാണെങ്കിൽ ഏകദേശം ഒരു 10,000 കിലോമീറ്ററൊക്കെയാണ് ക്ലച്ച് ഗ്രീസിങ്ങിൻ്റെ കേസ് പറയാം. അപ്പോൾ ആ ക്ലച്ച് ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ആ പിന്നും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാനുള്ള മെച്ചം എന്ന് വെച്ചാൽ ഈ വീല് കംപ്ലയിൻറ്റ് വരില്ല. നമുക്ക് പിന്നിനാണെങ്കിൽ താരതമ്യേന റേറ്റും കുറവാണ്. പിന്നും റോളറൊക്കെ 100 രൂപ താഴെ നമുക്ക് പോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ കൂടുതൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ കൂടുതൽ നമ്മളത് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങണ യൂണിറ്റാണ്. അത് വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് എപ്പോഴും മാറ്റിയേക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ തേമാനോ അങ്ങനെ വേറെ പ്രോബ്ലംസൊന്നും കാണുന്നില്ല കേട്ടോ. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം കൂടി ഗ്രീസിൻ്റെ ചെറിയ മയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഈ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കും കാർബറേറ്ററിൻ്റെ ഭാഗത്തേക്കും വരുമ്പോൾ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിങ്ങും ഓക്കെയാണ്. നിലവിൽ വേറെ പ്രശ്നമില്ല. ആക്സിലേറ്റർ കേബിൾ ആയാലും ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലീറ്റ് വന്നിട്ട് അതിൽ കൂടെ ഓയിൽ പുറത്ത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കൈയോടെ മാറ്റിയിടാം. കാരണം ഹെഡ് ലീക്കായാൽ നമ്മൾ അറിയാൻ പറ്റില്ല. മൊത്തം കവറിങ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓയിൽ ചാടി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഓയിൽ ലീക്ക് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ആ എഞ്ചിൻ്റെ മൗണ്ടുമൊക്കെ നോക്കുമ്പോൾ അറിയാനായിട്ടാണ് എഞ്ചിൻ ഹാങ്ങറുമൊക്കെ നോക്കുമ്പോൾ ഓയിൽ ചാടിയിട്ട്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷ് ഒക്കെ കംപ്ലീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അത് കൈയോടെ തന്നെ അങ്ങോട്ട് മാറ്റിയിടുന്നത് നല്ലത്. കാരണം അതല്ലെങ്കിൽ ടയറൊക്കെ വെട്ടി തേമാനം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗമായാലും ബ്ലാക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണം. പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അത് കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സൈൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 12.87 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സെൽഫ് ഡാമേജ് പോലെയാണ് കാണിച്ചത്. അപ്പോൾ സെൽഫിന് കംപ്ലൈൻറ്റ് ഇപ്പോൾ നിലവിലില്ലെങ്കിൽ കൂടി നമുക്കത് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ആ ഒരു കംപ്ലൈൻറ്റ് മീറ്ററിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ ആവശ്യമായിട്ട് പക്ഷേ വന്നേക്കാം. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ സൈഡിൽ വന്ന സ്ക്രൂ ഒക്കെ ഒന്ന് ചാടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തേക്കാം. കാരണം ഗട്ടർ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു ഷേക്ക് വന്നെ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസിൽ പറഞ്ഞാൽ നമുക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമില്ല. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു. ഓയിൽ നല്ല ഓയിലാണ് നമുക്ക് എടുക്കുന്ന ഓയിൽ. പിന്നെ അതിൻ്റെ സ്റ്റിക്കിൻ്റെ അവിടുത്തെ ഓറിങ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓറിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഓയിൽ ലീക്ക് സൈഡ് വന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓയിൽ മയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ഓറിങ് മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം. ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ എയർ ഫിൽറ്ററും കാർബറേറ്റർ ക്ലീനിങ്ങും കൂടി ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എയർ ഫിൽറ്റർ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഓൾറെഡി ജനറൽ സർവീസിൽ വന്നാണ്. പക്ഷേ കാർബറേറ്റർ ക്ലീൻ ചെയ്യൽ നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ ഉറക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യുള്ളൂ. റിപ്ലൈ കിട്ടിയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം ആ റണ്ണിങ്ങിൽ ഓഫായി പോകുന്നത് കംപ്ലീറ്റ് ഒക്കെ സ്വാഭാവികമായിട്ടും കാർബറേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ സ്ലോ ജെറ്റിൻ്റെയൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ടാവും. കഴിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. ആവാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം സർവീസ് ചെയ്തിട്ട് കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് കയറ്റിയിടാം. അപ്പോൾ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ്